നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണ്. തൊടുപുഴ മുട്ടം. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ല. പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ അല്ലെങ്കിൽ അതിന്റെ എല്ലാ സൗന്ദര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു പ്രദേശമാണ്. ഇവിടെ എത്തുമ്പോൾ പാരമ്പര്യ കളരി മർമ്മ ചികിത്സാ രംഗത്ത് പേരുകേട്ട ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അദ്ദേഹം ഡയറക്ടറായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്, ISMA. ഈ ഒരു സ്ഥാപനം മർമ്മ ചികിത്സയും പാരമ്പര്യ ചികിത്സയുടെ തനിമയും അതിൻ്റെ മൂല്യങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച് ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്ന, ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ്. പറഞ്ഞു വരുന്നത് ISMA ഈ തൊടുപുഴ മുട്ടത്തുള്ള ഈ ഒരു സ്ഥാപനം മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ്. യൂണിറ്റിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ സുജി ഗുരുക്കൾ എന്നറിയപ്പെടുന്ന, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന മർമ്മ ചികിത്സകനാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്ര ഒരുപാട് പറയാനുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഒരല്പസമയം, അദ്ദേഹത്തിന് വിലപ്പെട്ട സമയമാണ്, ഒരല്പസമയം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം സുജി ഗുരുക്കളുടെ വിരുന്നിലേക്ക്. ഗുരുക്കൾ നമസ്കാരം. നമസ്കാരം. ഗുരുക്കളെ, ആദ്യം തന്നെ വളരെയധികം സന്തോഷം. കാരണം ഒരു പാരമ്പര്യ ചികിത്സയുടെ തനിമ, അല്ലെങ്കിൽ ഗുരുക്കന്മാർ അനുഗ്രഹിച്ച് നൽകിയ ആ ഒരു കഴിവിനെ കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഏറെയുള്ളൊരു വ്യക്തിത്വമാണ് താങ്കൾ. താങ്കളിലേക്ക് എത്തുന്ന ഓരോ രോഗികൾക്കും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകി അവരെ ഒരു ആശ്രയം, അവർക്കൊരു ആശ്വാസം നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. താങ്കളുടെ ഈ ഒരു യാത്ര നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യം തന്നെ അവർക്ക് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, ഈ ഒരു സെന്ററിന്റെ തുടക്കം എങ്ങനെയാണ്, ആദ്യകാല ഓർമ്മകൾ എങ്ങനെയാണ്, പറയൂ. ആദ്യമേ ഞാൻ നിങ്ങൾക്കൊരു നന്ദി പറയട്ടെ, ഇവിടം വരെ നമ്മളെ അന്വേഷിച്ച് വന്നതിന്. കാരണം നമ്മൾ കൂടുതൽ പബ്ലിസിറ്റികളൊന്നും ഇല്ലാതെ ഏറ്റവും ഒതുങ്ങി കഴിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചിലെ മുതൽ കളരിപ്പയറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ക്രേസുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തൊന്നും അധികം കളരികളോ അല്ലെങ്കിൽ കളരിപ്പയറ്റ് പഠിക്കാനുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ബഹുമാനായ ഞങ്ങളുടെ ഗുരുനാഥൻ ധർമാനന്ദ സുരഭി സ്വാമികൾ, പൂർവാശ്രമത്തിൻ്റെ ബാലേന്ദ്ര മാസ്റ്റർ എന്ന് പറയും, അദ്ദേഹം തൊടുപുഴ അവിചാരിതമായിട്ട് ഒരു പ്രോഗ്രാമിന് വരുന്നതും എൻ്റെ ഫാദറുമായിട്ടുള്ളൊരു കണക്ഷനും, അങ്ങനെ ഒരു 12 വയസ്സിൽ അദ്ദേഹത്തെ പരിചയപ്പെടാനൊരു അവസരം ലഭിച്ചു. തുടർന്ന് എന്നെ സംബന്ധിച്ച് ഞാനൊരു ഒരു വളരെ ഹൈപ്പറായിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് എൻ്റെ ബന്ധുക്കളെല്ലാം പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഹൈപ്പർ ആക്ടിവിസം ഒന്ന് കുറയ്ക്കാൻ ഒരു മാർഗം അന്വേഷിച്ച് എൻ്റെ മാതാപിതാക്കൾ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നും പറയുമായിരുന്നു, ഇവനെ എവിടെയെങ്കിലും ഒരു നല്ല ശാരീരിക ശിക്ഷണത്തിന് വിട്ടാൽ ഒരു പക്ഷേ അവനൊരു മാറ്റം ഉണ്ടായേക്കാം എന്ന് പലപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഗുരുനാഥനെ കണ്ടു. ഒരു പ്രോഗ്രാമിൽ അങ്ങനെ കാണുന്നു. അപ്പോൾ ഫാദർ കൊണ്ടേ പരിചയപ്പെടുത്തുന്നു. അന്ന് എനിക്ക് 12 വയസ്സാണ്. അപ്പോൾ അദ്ദേഹം പേരുമൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ ഫാദർ ഗുരുനാഥനോട് ചോദിച്ചു, ഇവൻ വളരെ വികൃതിയാണ്, ഇവനെ നന്നാക്കി തരാമെന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവനെ എനിക്ക് തന്നേരെ എന്ന് ഒരു മറുപടിയും പറഞ്ഞു. അങ്ങനെയാണ് 1984 ഈ ഇന്ത്യൻ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ISMA എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ തൊടുപുഴ ആരംഭിക്കുന്നത്. അതേ തുടർന്ന് അതിനകത്ത് ചേരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നതല്ല. പിന്നീട് ആയോധന കല പഠിക്കാനുള്ളൊരു അവസരത്തിൽ അത് വളരെ ചിട്ടയോടുകൂടി പഠിക്കാനുള്ളൊരു സാഹചര്യം ലഭിച്ചു. അതങ്ങനെ പഠിച്ചു. 1990 ട്രെയിനിങ് സെൻ്ററായിട്ട് മുട്ടത്ത് ചെറിയ രീതിയിൽ ഒരു പരിശീലനം ആരംഭിച്ചു. തുടർന്ന് ഗുരുനാഥൻ വീട്ടിൽ വരുന്നു. അങ്ങനെ ഇതൊരു വലിയ ട്രെയിനിങ് സെൻ്റർ ആകും, അല്ലെങ്കിൽ വലിയൊരു അറിയപ്പെടുന്നൊരു സ്ഥലമാകുമെന്ന് അന്ന് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം സാമ്പത്തികമില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ ഡിഗ്രി നിൽക്കുന്നൊരു സാഹചര്യം.
അപ്പോൾ ഇതൊരു ലോകം അറിയുന്ന ഒരു സ്ഥലമാകുമെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സാധിക്കും? അന്ന് കയറി കിടക്കാൻ വീട് പോലുമില്ല. വീട് പണി തുടങ്ങി വീട് പകുതിയാക്കി ഞങ്ങൾ ഷെഡിൽ താമസിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? പക്ഷേ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ പ്രയത്നങ്ങൾ തുടർന്നു. അങ്ങനെ അദ്ദേഹം തുടങ്ങിയ തൊടുപുഴത്തെ യൂണിറ്റിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ അതേ തുടർന്ന് ഈ പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ ആയോധന കലാപരിശീലനം നമ്മളുടെ നേതൃത്വത്തിൽ നടന്നു. വളരെ ഏറെ ആളുകളുണ്ടായിരുന്നു. എനിക്ക് സീനിയേഴ്സായിട്ട് വേറെ ആളുകൾ തൊടുപുഴ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങളെ ആ കാലത്ത് പരിശീലിപ്പിച്ചിരുന്നത് റോയ് മാസ്റ്റർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പിന്നെ ഗുരുക്കളാണ്. അദ്ദേഹം എഞ്ചിനീയറാണ്. അദ്ദേഹം ഇന്നിപ്പോൾ കുവൈറ്റിലാണ്. അതിനുശേഷം അദ്ദേഹം ആദ്യകാലത്ത് പരിശീലനം കൊടുത്തിരുന്ന ഒരു ടോമി സാറുണ്ട്, മറ്റൊരു ടോമി സാറുണ്ട്, പിന്നെ ഒരു സുരേഷുണ്ട്, പിന്നെ ഒരു ഉണ്ണിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ആളുകൾ അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ട് ഇങ്ങനെ വന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ എന്നിലേക്ക് വരുന്നത്. അതിനുശേഷം 92 മുട്ടത്ത് സ്ഥിരമായ ഒരു പരിശീലന കേന്ദ്രം, ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്ഥലത്ത് വെറും മണ്ണിലൊരു പരിശീലന കേന്ദ്രം ആരംഭിച്ചു. ആ പരിശീലനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരുന്ന കുട്ടികൾ ഈ പ്രദേശത്തെ മറ്റു സ്ഥലങ്ങളിലൊക്കെയുള്ള പരിശീലനത്തിന് വരുന്ന കുട്ടികളെല്ലാം കൂടി ഇവിടെ ഒത്തുചേരും. അങ്ങനെ ഗുരുനാഥം വരുമ്പോൾ ഇവിടെ ട്രെയിനിങ് നടക്കും, സ്പെഷ്യൽ ട്രെയിനിങ്ങുകളൊക്കെ നടക്കും, ക്യാമ്പുകൾ നടക്കും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വീട് പണിയെല്ലാം ഒരു വിധത്തിൽ പൂർത്തിയായി കയറി താമസിക്കാനുള്ള സാഹചര്യം വന്നപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്ന ആ ചെറിയ ഒരു ഷെഡ് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ വരുമ്പോൾ രോഗികളെ നോക്കാൻ ഇരിക്കാനൊരു സ്ഥലം ഉണ്ടാക്കി തരണം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഓലയൊക്കെ വെച്ച് മറച്ച് ഒരു ചെറിയ സംവിധാനം അതിന് വന്നു. അദ്ദേഹം തന്നെ, എനിക്ക് അന്ന് അത്രയും ബോധമേ ഉള്ളൂ, അദ്ദേഹം തന്നെ ആളെ വിട്ട് ഒരു നിലവിളക്ക് വാങ്ങിച്ച് അത് കത്തിച്ച് തുടങ്ങി തന്നത് 1994 നവംബർ 25 ഇവിടുത്തെ വൈദ്യം ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലും മനസ്സിലാക്കാനുള്ളൊരു ബോധം അന്നില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് തുടങ്ങി തന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ നിരന്തരം എല്ലാ മാസവും പിന്നീട് ട്രിവാൻഡ്രത്ത് പോയി നിന്ന് പരിശീലിക്കുകയും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിൽ എൻ്റെ ഗുരുനാഥൻ ധർമാനന്ദ സ്വരൂപ സ്വാമികളെന്ന് പറയുന്ന, അല്ലെ ബാലേന്ദ്ര മാസ്റ്റർ എന്ന് പറയുന്ന ഗുരുനാഥൻ്റെ ഒരു ഗൈഡൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വാത്സല്യത്തിൽ വളർന്നു വളരാനൊരു സാഹചര്യം കിട്ടിയതിൻ്റെ ഒരു മഹാഭാഗ്യമാണ്. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അതിൻ്റെ എല്ലാം അടിസ്ഥാനം എൻ്റെ ഗുരുനാഥനാണ്. അത് പറയുന്നതിന് ഒരു ആക്ഷേപവുമില്ല. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനില്ല. അതാണ് എൻ്റെ ബോധ്യം. ഈ ഒരു യാത്രയായിരുന്നു അന്ന് തുടങ്ങിയൊരു യാത്രയായിരുന്നു ഈ ഒരു വലിയ വിജയത്തിൻ്റെ തുടക്കം. തീർച്ചയായിട്ടും. കാരണം അതിനുശേഷം ഗുരുനാഥനോടൊപ്പം പലയിടത്ത് യാത്ര ചെയ്യാൻ സാധിച്ചു. ഈ യാത്രകളെല്ലാം വലിയ എക്സ്പീരിയൻസുകളായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പോയപ്പോൾ പെട്ടി പിടിക്കാനാണെങ്കിൽ പോലും എനിക്ക് കൂടെ പോകാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. മാത്രമല്ല, എന്ത് ചോദിച്ചാലും, എന്ത് സംശയം ചോദിച്ചാലും അതിന് ഉടനടി ഉത്തരം നൽകുന്ന ഒരു പ്രകൃതം. അല്ലെങ്കിൽ ഇനി ഫോൺ വിളിച്ചാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ തിരക്കാണെങ്കിൽ പറയും, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ നീ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമെന്ന് പറയും. അങ്ങനെ വിളിച്ച് എനിക്ക് മറുപടി എന്താണോ വേണ്ടത് ആ മറുപടി കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളിലത് അടിയുറപ്പിക്കുന്ന ഒരു പ്രകൃതത്തിലാണ് അദ്ദേഹം എന്നെ പരിശീലിപ്പിച്ചിരുന്നത്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി മാറിയത്. താങ്കളുടെ ഗുരുനാഥൻ സ്ഥാപിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ഈ ഒരു വലിയൊരു പ്രസ്ഥാനം അന്ന് തുടങ്ങുകയും ഇപ്പോൾ വലിയൊരു വിജയത്തിൽ കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ, നമ്മുടെ ഈ ഒരു സെന്ററിൽ, താങ്കളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു സെന്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് ഇപ്പോൾ താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രധാനമായിട്ട് നമ്മളുടെ അടുത്ത് വരുന്നത് ഈ അസ്ഥിസന്ധി സംബന്ധമായിട്ടും നാഡിഞരമ്പ് സംബന്ധമായിട്ട്, അതായത് ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഓർത്തോ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ കൂടുതലായിട്ട് കാണുന്നത് ഡിസ്ക് പ്രൊലാപ്സ്, അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ, നടുവേദന, സിയാറ്റിക് പെയിന്, അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ, അപബാഹുകം എന്ന് പറയുന്ന ഫ്രോസൺ ഷോൾഡർ, കഴുത്തിൻ്റെ പ്രശ്നങ്ങൾ, സർവൈക്കൽ ഇഷ്യൂസ്, തോറാസിക് ഇഷ്യൂസ്, കാൽമുട്ടിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ അടുത്ത് വരുന്നത്. ഉദാഹരണത്തിന് 100 രോഗികൾ നമ്മളെ സമീപിച്ചാൽ അതിൽ 50 പേരും നടുവേദനയുള്ളവരായിരിക്കും. പിന്നെ ഒരു 30 പേര് കഴുത്ത് വേദനയുള്ളവരായിരിക്കും. ഈ നടുവിനെയും കഴുത്തിനെയും റിലേറ്റ് ചെയ്തിട്ടാണ് അംഗഭംഗങ്ങളിലേക്ക് ഉള്ള വേദനകൾ വരുന്നത്.
അപ്പം അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു വഴി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചികിത്സിക്കുന്നതും അങ്ങനെ ഈ അസ്ഥിസന്ധി സംബന്ധമായ ചികിത്സകൾ, പിന്നെ തേയ്മാനത്തിനുള്ള ചികിത്സകൾ, പിന്നെ ഒടിവുകൾ, ഡിസ്ലൊക്കേഷൻസ്, അങ്ങനെ പിന്നെ സ്കിന്നിലുള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചികിത്സകളാണ് കൂടുതലായിട്ട് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ അസ്ഥിസന്ധി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ചികിത്സകളാണ്. ഇപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ ISMAയുടെ പ്രവർത്തനങ്ങൾ തൊടുപുഴയിൽ സ്ഥാപിതമായിട്ടുള്ള പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ രീതിയിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ജനങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു യൂണിറ്റ് കൊണ്ടുള്ള പ്രയോജനം ഉണ്ടായിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ആയോധന കലാ പരിശീലനം എന്ന് പറയുന്നത് തന്നെ ഇതൊരു ശരീര സംസ്കരണ ശാസ്ത്രവും ആത്മരക്ഷാ വിദ്യയുമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ സർവ്വതോമുഖ വികസനത്തിന്, അതായത് ശാരീരിക, മാനസിക, ബൗദ്ധിക, അല്ലെങ്കിൽ പിന്നെ എന്താ നമ്മൾ പറഞ്ഞ നമ്മളുടെ പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉള്ള വലിയൊരു മാർഗമാണ് ഈ ആയോധന കലാ പരിശീലനം. അതിന് എപ്പോഴും നമ്മൾ പറയുക, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുക, ആരോഗ്യമുള്ള ശരീരത്തെ ആരോഗ്യമുള്ള ഒരു മനസ്സ് കൂടിയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി ആരോഗ്യവാനായി മാറിയാൽ അവൻ്റെ ചിന്തകൾ നന്നാവും, അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാവും, അവൻ സഹനശക്തിയുള്ളവനാകും. സഹനശക്തിയുള്ളവനായാൽ മാത്രമേ അവന് കൂടുതൽ സമയം വർക്ക് ചെയ്യാനും ആ ചെയ്യുന്ന പ്രവർത്തനം രാജ്യത്തിന് ഉപകരിക്കുന്ന, വ്യക്തിക്ക് ഉപകരിക്കുന്ന, കുടുംബത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പരിവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുട്ടികളിലേക്ക് വരുന്ന കുട്ടികളെല്ലാം നമ്മൾ ആദ്യം ഓറിയൻറ്റ് ചെയ്യുന്നത്, പലപ്പോഴും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റൂമേഴ്സ് ഇങ്ങനെ പറയാറുണ്ട്, അവിടെ ചെന്ന് അവിടെ അടുക്കളപ്പണി വരെ ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ മുറ്റം അടിച്ചു വാരണം, കക്കൂസ് കഴുകണം എന്നൊക്കെ ഇങ്ങനെ പേരൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ പരാതി പറയുന്നതായിട്ട് ചിലരൊക്കെ എന്നോട് ഒന്ന് പറയാറുണ്ട്. അപ്പോൾ 1100 വർഷങ്ങൾക്ക് മുൻപ് ഈ ജപ്പാനിലെ സെൻ ബുദ്ധിസ്റ്റുകൾ അവർ ചെയ്തിരുന്ന ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റാലുടൻ അവർക്ക് ഒരു ജോലിയില്ലെങ്കിൽ അവരെല്ലാം തൂത്തുവാരുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് നമ്മളുടെ ടെസ്റ്റോസ്റ്റിറോണും അതോടൊപ്പം ബ്രെയിനിലെ ഹോർമോണുകളെയും ആക്റ്റീവ് ആക്കുകയും അവർക്ക് ക്രിയേറ്റീവ് ആകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അത് അവൻ്റെ വ്യക്തിത്വ വികസനത്തിന്, അവൻ്റെ കാംനെസ്സിന്, അവനെ സ്വസ്ഥനാക്കുന്നതിന് സഹായിക്കുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗുരുക്കന്മാർ കളരിയിലേക്ക് വരുമ്പോഴേ കളരിയുടെ പ്രിമൈസസ് എല്ലാം വൃത്തിയാക്കിയിടുക, സ്വയം വൃത്തിയാവുക, കുളിച്ച് ശുദ്ധനായിട്ട് കളരിയിൽ ഇറങ്ങുക എന്നൊക്കെയുള്ള ചിട്ടകളുണ്ടാക്കിയത്. അപ്പോൾ കുട്ടികളെ നമ്മൾ ഓറിയൻറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും അച്ചടക്കമുള്ളൊരു വ്യക്തിയായി മാറാനുള്ളൊരു പരിശീലനമാണ്. അപ്പം അച്ചടക്കം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, പലരും അച്ചടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് അച്ചടക്കത്തിൻ്റെ അടിസ്ഥാനം? ഒരു വ്യക്തിയുടെ അച്ചടക്കം എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചാൽ പലരും പല ആൻസറാണ് പറയുന്നത്. പക്ഷേ ഒറ്റ ആൻസറേ അതിനുള്ളൂ, വ്യക്തി ശുചിത്വമാണ് അച്ചടക്കത്തിൻ്റെ ആദ്യത്തെ പാഠം. അപ്പോൾ അവൻ നഖം വെട്ടിയിട്ടുണ്ടോ, അവൻ്റെ ഡ്രസ്സ് നല്ലതാണോ, അവൻ്റെ ഡ്രസ്സ് വൃത്തിയുണ്ടോ, അവൻ്റെ പുസ്തകങ്ങൾ അടുക്കി പെറുക്കിയാണോ വെക്കുന്നത്, അവൻ്റെ പഠനം എങ്ങനെയുണ്ട് എന്നെല്ലാം നമ്മൾ പരിശോധിക്കും. പക്ഷേ അവന് റാങ്ക് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. കാരണം 100 മീറ്റർ ഓട്ടം 10 പേര് ഓടിയാൽ ഒരാൾക്കേ 1ാം സമ്മാനം കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും അവസാനം വരുന്നവൻ അവൻ പൊട്ടനാണ്, അല്ലെങ്കിൽ അവന് കഴിവില്ലാത്തവനാണ്, അവൻ യോഗ്യത ഇല്ലാത്തവനാണെന്നൊക്കെ പറയാൻ പറ്റില്ല. അവൻ്റെ കഴിവ് വേറെ മേഖലയിലാണ്, അവൻ ആ മേഖലയിൽ വളരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കിനെ നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. എനിക്കും മാർക്കില്ലായിരുന്നു, കാരണം ഞാനും ഇങ്ങനെ കഷ്ടി പാസ്സായി 10ാം ക്ലാസ്സൊക്കെ പാസ്സായ ഒരാളാണ്. അതുകൊണ്ട് മാത്രമല്ല, പക്ഷേ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയെ നമ്മൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനവും, അതിന് ആ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അവന് ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയായി വളരാനുള്ളൊരു സാഹചര്യവുമാണ് കളരി പരിശീലനത്തിലൂടെ ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, കളരി പരിശീലനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സർവ്വതോമുഖ വികസനത്തിന് ഉതകുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. മറ്റൊന്നും പരിശീലിക്കേണ്ട, കൃത്യമായ കളരി പരിശീലനം, ആയോധന കല, ഇനിയിപ്പോൾ കളരി തന്നെ പരിശീലിക്കണമെന്ന് ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല. ചിട്ടയും അടുക്കും ചിട്ടയുമുള്ള വ്യക്തിനിഷ്ഠയുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ ഒരു ആയോധന കലാ പരിശീലനം ഒരു വ്യക്തി ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ അവൻ വിജയിക്കുക തന്നെ ചെയ്യും. അവൻ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അവന് നിരാശനായിരിക്കാനോ ഒന്നും ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. പാരമ്പര്യ ചികിത്സ, പാരമ്പര്യ മർമ്മ ചികിത്സ, കളരി മർമ്മ ചികിത്സ, അതുപോലെ തന്നെ ഈ ഒരു ചികിത്സാ സമ്പ്രദായം ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങൾക്ക് ഒരു മികച്ച അവർക്കൊരു ചികിത്സാ മേഖല അല്ലെങ്കിൽ സമ്പ്രദായം തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു ചികിത്സാ മേഖല നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഒരു പാരമ്പര്യ ചികിത്സയുടെ ഒരു പ്രസക്തി നമ്മളുടെ പ്രേക്ഷകർക്ക് വളരെ വിലപ്പെട്ടതാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ള ഒരു അഭിപ്രായം? യഥാർത്ഥത്തിൽ
പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നത് കുടുംബപരമായിട്ട് കൈമാറി വരപ്പെടുന്ന ചികിത്സയെയാണ് പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നത്. പൂർവ്വകാലങ്ങളിലൊക്കെ നമ്മളുടെ പിന്നെ തേക്കാട്ട് മോസസ് പോലെയുള്ള അങ്ങനെ അഷ്ടവൈദ്യന്മാരുടെ പാരമ്പര്യം, സിദ്ധവൈദ്യന്മാരുടെ പാരമ്പര്യം, അങ്ങനെ മക്കളിലേക്ക് കൈമാറപ്പെട്ടു വന്നിരുന്നതാണ് പാരമ്പര്യ വൈദ്യം എന്ന് കൂടുതലായിട്ട് മനസ്സിലാവുന്നു. ഒരു പക്ഷേ പാരമ്പര്യ വൈദ്യം എന്നതിനേക്കാൾ ഉപരി പരമ്പരാഗത വൈദ്യം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നതാവും കുറച്ചും കൂടി മെച്ചം എന്നാണ്, അല്ലെങ്കിൽ നല്ലതെന്നാണ് എൻ്റെ ഒരു ചിന്ത. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം. അതിന് കാരണമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കുടുംബപരമായ പാരമ്പര്യമൊന്നുമില്ല. എൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരും കച്ചവടക്കാരും ഒക്കെയായിരുന്നു. അപ്പോൾ എന്നാൽ ഈ ഗുരുപരമ്പരയിൽ നിന്ന് കൈമാറപ്പെട്ട് കിട്ടുന്ന വിദ്യകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ പരമ്പരാഗത ചികിത്സ എന്ന് പറയാനൊരു കാരണം. പരമ്പരാഗതമായിട്ട് അനുഷ്ഠിച്ചു വന്നിരുന്ന ചെയ്തു വന്നിരുന്ന യഥാർത്ഥത്തിൽ ഇത് 3-4 തലങ്ങളുണ്ട് എന്നാണ് നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒന്ന്, പഴയ കാലത്തെ മുത്തച്ഛ വൈദ്യം അല്ലെങ്കിൽ ഗൃഹവൈദ്യം. പിന്നെ ഉള്ളത് നാട്ടുവൈദ്യം. പിന്നെ ഈ പറഞ്ഞ ഗുരുപരമ്പരയിൽ നിന്ന് ലഭിക്കുന്നത്, പിന്നെ പാരമ്പര്യമായിട്ട് ലഭിക്കുന്നത്. ഇങ്ങനെ വിവിധ ബ്രാഞ്ചുകളായിട്ടാണ് അല്ലെങ്കിൽ വിവിധ ശാഖകളായിട്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഗൃഹവൈദ്യത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് കടുക് താളിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഉള്ളി താളിക്കുന്നത്, അല്ലെങ്കിൽ മഞ്ഞൾ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ഔഷധങ്ങളായിട്ട് തന്നെയാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളുടെ പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർക്കുന്നത്, സുഗന്ധദ്രവ്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് രുചിക്ക് വേണ്ടി മാത്രമല്ല, അത് ദഹനശക്തിക്കും അതോടൊപ്പം മറ്റ് ഇന്റേണൽ ഓർഗൻസിന് വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങൾ സജീവമാവാനും വേണ്ടിയിട്ടാണ് അതും ചേർക്കുന്നത്. അപ്പോൾ കുരുമുളക് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഔഷധങ്ങളായിട്ട് തന്നെയാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നം തന്നെയാണല്ലോ ഔഷധവും. അപ്പം അതുകൊണ്ട് തന്നെ പാരമ്പര്യ വൈദ്യം അല്ലെങ്കിൽ പരമ്പരാഗത വൈദ്യം എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായിട്ട് നിലനിന്ന് പോരുന്ന ഒരു കാര്യമാണ്. അത് നിലനിൽക്കേണ്ട ഈ നാടിനൊരു ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ചികിത്സാ ചെലവുകളുടെയും മറ്റും ഒരു വലിയ ഒരു പ്രതിസന്ധി മനുഷ്യൻ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ ലളിതമായ തരത്തിൽ ആളുകൾക്ക് അസുഖം പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതിൽ എന്താ തെറ്റ്? അതിനെ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്? ഇപ്പോൾ നിങ്ങൾക്കൊരാൾക്ക് ഒരു വേദന വന്നു, ആ വേദനയെ സഹായിക്കാൻ, വേദനയെ ശമിക്കാൻ സഹായിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അതൊരു സേവനമാണത്. അപ്പൊ അതൊരു ആ ഒരു നിലയ്ക്കും അതോടൊപ്പം രോഗികൾക്ക് അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ശരീരത്തെ ക്രമപ്പെടുത്താൻ ലഭിക്കുന്ന ഒരു സഹായം എന്നുള്ള നിലയ്ക്കും ഇതും വളരെ സജീവമായിട്ട് നിലനിൽക്കേണ്ട ഒരു ആവശ്യമാണ്. മറ്റൊന്ന്, അപ്പോൾ ഒരുപക്ഷെ എന്നോട് ചോദിച്ചേക്കാം, അപ്പോൾ ഈ ആയുർവേദവും പാരമ്പര്യ വൈദ്യവും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമെന്ന്. ആയുർവേദം എന്ന് പറയുന്നത് ഈ അഷ്ടവൈദ്യന്മാരും സിദ്ധവൈദ്യന്മാരും എല്ലാം കൂടി ചേർന്ന് ഏതാണ്ട് 5 അല്ലെങ്കിൽ 6 പുസ്തകങ്ങൾ ക്രോഡീകരിച്ച് അടിസ്ഥാന തത്വങ്ങളെല്ലാം മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു സിലബസ് ക്രമീകരിച്ച് അത് പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു സമ്പ്രദായമാണ് ആയുർവേദ സമ്പ്രദായം. എന്നാൽ ആയുർവേദ ഗ്രന്ഥങ്ങൾ 100-ൽ പരം ഗ്രന്ഥങ്ങൾ ഇന്നും അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പല ഗ്രന്ഥങ്ങളും റെഫർ ചെയ്തിട്ടാണ് ഓരോരുത്തരും ഓരോ വൈദ്യന്മാരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആധുനിക തലത്തിൽ ആധുനിക ശാസ്ത്രവും കൂടി മിക്സ് ചെയ്ത് പഠിക്കുന്നവർ അതിനെ സംബന്ധിച്ച് വളരെ നല്ല നിലയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതവർ ചെയ്ത് പൊക്കോട്ടെ. എന്നിരുന്നാൽ പോലും അവർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ആധുനിക കാലഘട്ടത്തിലും ഈ വൈദ്യന്മാരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പാരമ്പര്യ വൈദ്യമാണെങ്കിലും പരമ്പരാഗത വൈദ്യമാണെങ്കിലും ആയുർവേദമാണെങ്കിലും സിദ്ധവൈദ്യമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രമാണെങ്കിലും രോഗിക്ക് ആത്യന്തികമായിട്ട് സൗഖ്യം ലഭിക്കുന്നോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സർ, അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ISMAയുടെ ഈ തൊടുപുഴ മുട്ടം യൂണിറ്റ് ഇപ്പോൾ സുജി മാഷിന്റെ അല്ലെങ്കിൽ സുജി ഗുരുക്കളുടെ താങ്കളുടെ നേതൃത്വത്തിൽ താങ്കളുടെ ലീഡർഷിപ്പിലാണ് ഈ ഒരു സംഭവം മുന്നോട്ട് പോകുന്നത്, ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്ന പല രാജ്യത്തുള്ള നമ്മളുടെ സുഹൃത്തുക്കൾ, മലയാളികളായിട്ടുള്ള നമ്മളുടെ ഏറ്റവും അടുത്ത പ്രേക്ഷകരുണ്ട്. അപ്പം അവർ പല വിധത്തിലുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് താമസിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പറ്റുന്ന തരത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് താങ്കൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്? അതിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും. തീർച്ചയായിട്ടും നമുക്ക് ആദ്യകാലത്ത് ഞാൻ സൂചിപ്പിച്ചു, വളരെ പരിമിതമായ തോതിൽ തുടങ്ങി
അനേകരെ സഹായിച്ചു. പ്രത്യേകിച്ച് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോഴും പരിശീലിക്കുന്നു. അവരെല്ലാം നമുക്ക് നന്നായിട്ട് നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിച്ച് പലരും നമ്മുടെ അടുത്ത് നിന്ന് പഠിച്ചു പോയി. അപ്പം അവരുടെ എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞങ്ങൾ പതിയെ വളർന്നു വന്നത്. അങ്ങനെ നിലവിലിപ്പോൾ നമുക്ക് 14 റൂംസാണ് ഇവിടെ ഉള്ളത്. അതിനോടനുബന്ധിച്ചുള്ള ചികിത്സാ സൗകര്യങ്ങളുമുണ്ട്. അപ്പം അത് ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഏത് ലെവലിലുള്ള ആളുകൾക്കും, അത് സാധാരണക്കാരന് മുതൽ ഉയർന്ന തരത്തിലുള്ള ആളുകൾക്കും വന്ന് താമസിക്കാവുന്ന സൗകര്യപ്രദമായ മുറികൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശികളൊക്കെ വരുമ്പോൾ അവർക്ക് വൃത്തിയും ശുദ്ധിയും ഒക്കെ കൂടുതൽ നോക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്ര ഹൈഫൈ സൗകര്യങ്ങളുണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും താമസിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ വന്നുപോയി ചികിത്സിക്കാനുള്ള സാഹചര്യങ്ങളും അതോടൊപ്പം ഇപ്പോൾ പഴയ കാലത്ത് വളരെ പ്രശസ്തമായ നിലയിൽ ഓരോ ഭവനങ്ങളിലും ആളുകൾ പ്രസവ ശുശ്രൂഷകളൊക്കെ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കും വന്നുപോയി ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എണ്ണ തേപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളോടൊപ്പം 2 ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, 4 തെറാപ്പിസ്റ്റുകളുണ്ട്. കൂടാതെ നമ്മളുടെ കൂടെയുള്ള സഹായിക്കുന്ന മറ്റു കുട്ടികളുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ക്രമീകരിക്കാനായിട്ടുള്ള അത്തരം സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം ഇവർക്കെല്ലാം കൊടുക്കുന്ന ഔഷധങ്ങൾ, അത് ഒരു പ്രത്യേകതയാണ്. പാരമ്പര്യ വൈദ്യം അല്ലെ പരമ്പരാഗത വൈദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് രോഗികൾക്കുള്ള മരുന്നുകൾ സ്വയം നിർമ്മിച്ച് ആ മരുന്നുകൾ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. ഇപ്പം ഗുളികകൾ ഒഴികെ, അതായത് യോഗരാജഗുളികలు, ധന്വതും അങ്ങനെയുള്ള ഗുളികകൾ ഒഴികെ ബാക്കി എല്ലാ മരുന്നുകളും, കഷായങ്ങളായിരുന്നാലും എണ്ണകളായിരുന്നാലും കുഴമ്പുകളായിരുന്നാലും ലേപനങ്ങളായിരുന്നാലും ധാന്യാമ്ലങ്ങളായിരുന്നാലും എല്ലാം നമ്മളുടെ മരുന്നുകൾ കണ്ട് മനസ്സിലാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കി ആ മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ആ മരുന്നുകളാണ് ആളുകൾക്ക് ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അതിന് ഈ പറയുന്ന ഡോക്ടർമാരുടെയും മറ്റ് കെമിസ്റ്റുകളുടെയും എല്ലാം സഹായങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വ്യായാമം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, യോഗ അഭ്യസിക്കാനുള്ള സംവിധാനമുണ്ട്, കളരി അഭ്യസിക്കാനുള്ള സംവിധാനമുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മൾ ഈശ്വരാധീനം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് മലങ്കര ഡാമിൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ മലങ്കര റിസർവോയറിലേക്കാണ് നമ്മളുടെ ഒരു വ്യൂ ദർശനം ഇരിക്കുന്നത്. അപ്പോൾ മലങ്കര ഉദ്യാനങ്ങളിലേക്ക് നടന്നു പോയി വ്യായാമം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അവിടെ പോയി നമുക്ക് റിക്രിയേഷൻ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ ഡാമിലേക്ക് നോക്കിയിരുന്ന് ധ്യാനിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് ധ്യാനമുറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള ഹാള്, ജിംനേഷ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം സുജിത് സാർ. താങ്കളുടെ ഓരോ പ്രവർത്തനങ്ങളും താങ്കളുടെ യാത്രയും ഒക്കെ നമ്മുടെ ഈ ഒരു അല്പസമയം കൂടി ഇങ്ങനെ ഓടിപ്പോയി. വളരെയധികം സന്തോഷം. ഒരുപാട് നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് അവർ നേരിടുന്ന ബുദ്ധിമുട്ടിന് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനം അതൊരു ആശ്രയമാണ്, അല്ലെങ്കിൽ ഒരു ആശ്വാസ കേന്ദ്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം. എപ്പോഴും 24 hours ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മുടെ ഏത് മേഖലയിലുള്ള പ്രേക്ഷകർക്ക് വേണേലും തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള സുഹൃത്തുക്കൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സേവനം നേടാവുന്നതാണ്.